ഇന്ന് വെജിറ്റേറിയൻകാരുടെ ഫേവറേറ്റ് ഡിഷായ പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ അതിന് ഞാനൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് പനീറിനെ നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡും ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ആ പാൻ ഫ്രൈ ചെയ്താൽ മതി. പാൻ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഒരു വശം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല ഒരു ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പനീറിനെ അതിനകത്തുനിന്ന് ആ എണ്ണയിൽ നിന്നൊന്ന് മാറ്റണം. ഇപ്പോൾ ഞാൻ 2 സൈഡും ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് ഇത് പനീർ ഒന്നും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലോട്ടാണ് അതിലൊരു ബൗളിൽ നമുക്ക് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് വേണം വറുത്ത പനീറിനെ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടിരിക്കും പനീർ. പനീർ വറുത്ത എണ്ണയിൽ തന്നെ നമുക്കൊരു കഷ്ണം കറുവപ്പട്ട, 3-4 ഏലക്ക, 3-4 ഗ്രാമ്പൂ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 2 സവാള, മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 തൊട്ട് 7 അല്ലി വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കതിനെ ഒന്ന് ആ എണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് എടുക്കണം. അതൊന്ന് നന്നായിട്ട് ബ്രൗണായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു 2 തൊട്ട് 3 വരെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, കളർ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മൾ ഓൾറെഡി ഗരം മസാല കുറച്ചിട്ടിട്ടുണ്ട്, എന്നാലും ഒരു നുള്ള് നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ഒരു 10 അണ്ടിപ്പരിപ്പ്, ഹോൾ കാഷ്യൂനട്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ക്യൂബ്സായിട്ട് മുറിച്ചത് അതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് സോട്ടാവണം. ഒന്ന് സോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒന്നിലെ വെജിറ്റബിൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ആഡ് ചെയ്താലും മതി. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. നമ്മൾ പനീർ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രേവിക്കകത്തോട്ട് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ കൂടെ തന്നെ പകുതി വേവാകുമ്പം ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ആ കസൂരി മേത്തിയും അതും ടൊമാറ്റോയും ഓണിയനും ജിഞ്ചറും ഗാർലിക്കും നട്ട്സും എല്ലാം വെന്തത് ഇപ്പം ആ ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് ആറാൻ വെച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ മീഡിയം ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ടൊരു മിക്സിയിൽ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ഇതിൻ്റെയൊക്കെ ജ്യൂസ് ഇറങ്ങിക്കോളും. ഇപ്പോൾ അതിനെ ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴറ്റിയ ആ പാനിൽ തന്നെ ഒരു 80 ഗ്രാംസോളം ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ചൂടാവുന്നതിനൊപ്പം തന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ മസാലയും ഇട്ട് കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വറുത്ത പനീറും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ആ പനീർ ആ ഗ്രേവി കിടന്ന് ഒരു 2 മിനിറ്റ്സ് ഒന്ന് സിമ്മർ ചെയ്താൽ ഒന്ന് അതിനകത്തെല്ലാം പിടിച്ചോളും. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഗാർണിഷിന് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പിന്നെ നമ്മൾ അധികം അതിനെ ചൂടാക്കണ്ട, ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുത്താൽ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല പനീർ ബട്ടർ മസാല നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ചാറ് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ആ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കൊഴുത്ത പരുവത്തിലിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ എന്നിട്ടൊരു സെർവിങ് ബൗളിലോട്ട് ഞാനതിനെ വെച്ച് കൊടുത്തു. ഇത് റോട്ടിക്കും ചപ്പാത്തിക്കും ഈവൻ നമ്മുടെ ജീര റൈസിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു ഡിഷാണ്. വെജിറ്റേറിയൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ.